ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ 3rd യൂണിറ്റ് ആണ് നോക്കുന്നത്. 3rd യൂണിറ്റിന്റെ പേരാണ് ടെൻഡർ ഷൂട്ട്സ്. ടെൻഡർ ഷൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇളം തളിരുകൾ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൽ എന്തൊക്കെയാ കാണുന്നത്? റെയിൻബോ ഉണ്ട്, റിവർ ഉണ്ട്, ട്രീസ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്. അതെല്ലാം കണ്ട് ഒരു അച്ഛനും മകളും ആസ്വദിക്കുകയാണ്. ഈ പിക്ചറിന്റെ ഇടയിൽ ഒരു കോട്ട് ഉണ്ട്. വെൻ വി പ്ലാന്റ് എ ട്രീ വി പ്ലാന്റ് ഹോപ്പ്. വാങ്കാരി മാതായി. വാങ്കാരി മാതായി എഴുതിയ ഒരു ഖോട്ടാണ്. വെൻ വി പ്ലാന്റ് എ ട്രീ, നമ്മളൊരു വൃക്ഷത്തെ നടുമ്പോൾ വി പ്ലാന്റ് ഹോപ്പ്, നമ്മൾ പ്രതീക്ഷയാണ് നടുന്നത് എന്ന്. വാങ്കാരി മാതായി ആരാണ്? ഒരു ആഫ്രിക്കൻ സാമൂഹ്യ പ്രവർത്തകയാണ്, പരിസ്ഥിതി സംരക്ഷകയാണ്. നോബൽ സമ്മാനം നേടിയ ആദ്യ ആഫ്രിക്കൻ വനിതയാണ് വാങ്കാരി മാതായി. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന ഒരു പ്രസ്ഥാനത്തിന്റെ സ്ഥാപകയാണ് ഇദ്ദേഹം. വേറൊരു പിക്ചറും കൂടി ഈ പാഠഭാഗത്ത് തന്നിട്ടുണ്ട്. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? ഹൗ ഡു യു ഫീൽ? നിങ്ങൾ എന്താണ് ഈ പിക്ചറിൽ കാണുന്നത്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഹൗ ഡു യു ഫീൽ? എന്ത് ഫീലിങ്സ് ആണ് ഈ പിക്ചർ കാണുമ്പോൾ തോന്നുന്നത്? എന്താ തോന്നുക? ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പിക്ചർ ആൻഡ് വി ഫീൽ ഹാപ്പി അല്ലേ? ഹാപ്പി ഫേസ് അല്ലേ എല്ലാവരിലും? നല്ല ഒരു ഹാപ്പി അറ്റ്മോസ്ഫിയർ ആണ് ഈ പിക്ചർ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അല്ലേ? എന്തൊക്കെയാ കാണാൻ സാധിക്കുന്നത്? ഡ്രാഗൺ ഫ്ലൈ ഉണ്ടല്ലേ? ഡ്രാഗൺ ഫ്ലൈ മരത്തിന്റെ തൊട്ട് അവിടെ ആയിട്ടിരിക്കുന്നില്ലേ? തുമ്പി. ഡ്രാഗൺ ഫ്ലൈയുടെ തൊട്ട് താഴെ ആരാണുള്ളത്? ബഗ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, ട്രീ ഉണ്ട്, ദെൻ ഫ്രൂട്ട്സ് ഉണ്ട്, ബട്ടർഫ്ലൈ, ബേർഡ്സ്, ഗ്രാസ് ഓപ്പർ, ഫിഷ് എവിടെയുള്ളത്? പോണ്ടിൽ അല്ലേ? കുളത്തിൽ ഫിഷ് ഉണ്ട്. പിന്നെയോ ഒരു മൗണ്ടൻ ഒരു മലയുണ്ടല്ലേ പുറകിലായിട്ട്. ദെൻ ഡക്ക്, ഒരു ഡോഗ് ഉണ്ട്, പിന്നെ ഒരു ബോയും ഉണ്ട് അല്ലേ? ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള ഒരു പിക്ചറാണിത്. ക്യാൻ വി തിങ്ക് ഓഫ് നേച്ചർ ആസ് അവർ ഫ്രണ്ട്? വൈ? നമുക്ക് നേച്ചറിനെ നമ്മളുടെ ഫ്രണ്ടായിട്ട് കണക്കൂട്ടാൻ പറ്റുമോ? എന്തുകൊണ്ട്? കണക്കൂട്ടാനൊക്കെ പറ്റുമോ അല്ലേ? നമ്മളുടെ നേച്ചറിനെ, നമുക്ക് പ്രകൃതിയെ നമ്മളുടെ ഫ്രണ്ടായിട്ട് കൂട്ടാനായിട്ട് സാധിക്കും. കാരണം ഫിഷിനോടും പ്ലാന്റ്സിനോടും ഗ്രാസ് ഓപ്പറിനോടും ബട്ടർഫ്ലൈനോടും ഒക്കെ നമുക്ക് സംസാരിക്കാം. അവരെയൊക്കെ നമുക്ക് ഫ്രണ്ട്സ് ആക്കി എടുക്കാം അല്ലേ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നട്ടിരിക്കുന്ന ചെടികളോടും പെറ്റ്സിനോടും ഒക്കെ സംസാരിക്കാറില്ലേ? ഡോഗിനോടും ക്യാറ്റിനോടും ഫിഷിനോടും ഒക്കെ സംസാരിക്കുകയല്ലേ? അപ്പൊ നമുക്ക് അവര് നമ്മളുടെ ഫ്രണ്ട്സ് അല്ലേ? അപ്പൊ പ്രകൃതിയിലുള്ള ആൾക്കാരെ, അതായത് പ്ലാന്റ്സിനെ, ഫിഷിനെ, ബട്ടർഫ്ലൈനെ, ഡ്രാഗൺ ഫ്ലൈനെ ഒക്കെ നമുക്ക് ഫ്രണ്ട്സ് ആക്കി എടുക്കാൻ പറ്റുമല്ലേ? അപ്പൊ നേച്ചർ, പ്രകൃതി എന്ന് പറയുന്നത് നമ്മളുടെ ഫ്രണ്ട് തന്നെയാണ്. ഹിയർ ദ ബോയ് ഈസ് വെരി ഹാപ്പി ആൻഡ് ഈസ് സിംഗിങ് എ സോങ്. ഇവിടെയുള്ള ആ ബോയ് നല്ല ഹാപ്പിയാണ്, എന്നിട്ട് അവൻ പാട്ട് പാടുകയാണ്. അവന്റെ പാട്ടാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. എ ലിറ്റിൽ ബട്ടർഫ്ലൈ. അപ്പൊ അവൻ ആരോടാ ആദ്യം സംസാരിച്ച്? ലിറ്റിൽ ബട്ടർഫ്ലൈനോട് സംസാരിക്കുകയാണ്. കം ആൻഡ് പ്ലേ വിത്ത് മീ. എൻ്റെ കൂടെ വന്ന് കളിച്ചാലും. ദ ഡേ ഈസ് ബ്രൈറ്റ്, ദ സ്കൈ ഈസ് ബ്ലൂ. നല്ല വെട്ടമുള്ള ദിവസമാണ്, നല്ല പ്രകാശമുള്ള ദിവസമാണ്. ദ സ്കൈ ഈസ് ബ്ലൂ. ആകാശം നല്ല നീല നിറത്തിൽ കാണപ്പെടുന്നു. അതായത് മഴയൊന്നുമില്ല, ഇരുണ്ട മേഘങ്ങളൊന്നുമല്ല, നീല നിറത്തിലുള്ള ആകാശം എന്ന് പറഞ്ഞാൽ തെളിച്ചുള്ള ഒരു ദിവസമാണ്. കം ആൻഡ് സിംഗ് വിത്ത് മീ. എൻ്റെ കൂടെ വന്ന് പാട്ടുപാടിയാലും എന്ന് ബോയ് പറയാണ്. ഹേ ലിറ്റിൽ ഗ്രാസ് ഓപ്പർ. പിന്നെ ആരെ വിളിച്ചേ? ഗ്രാസ് ഓപ്പർ, പുൽച്ചാടി അല്ലേ? കം ആൻഡ് ഡാൻസ് വിത്ത് മീ. പുൽച്ചാടിനോട് പറയാണ് എൻ്റെ കൂടെ വന്ന് ഡാൻസ് കളിച്ചാലും. ഫ്രണ്ട്സ് വി ഹാവ് ഓൾ അറൗണ്ട്, നെവർ ഫീൽ അഫ്രെയ്ഡ്. അപ്പം നമുക്ക് ചുറ്റിനുമുള്ളവരൊക്കെ ഫ്രണ്ട്സ് ആണ്. ഒരിക്കലും നമുക്ക് പേടി തോന്നാറില്ല. കാരണം നമ്മളുടെ ചുറ്റിനുമുള്ള പ്രകൃതിയിലുള്ള എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് ആണ്. ഈ പാട്ടിലൂടെ ഈ ബോയ് നമുക്ക് കാണിച്ചു തരുന്നത് എന്താണ്? നേച്ചറിലുള്ള, പ്രകൃതിയിലുള്ള എല്ലാവരും നമ്മുടെയും ഫ്രണ്ട്സ് ആണ് എന്നാണ് കാണിച്ചു തരുന്നത്. Here is a poem that shows how nature is a good companion and guardian. ഇവിടെ ഒരു പോയം കൊടുത്തിട്ടുണ്ട്. ആ പോയത്തിലൂടെ പ്രകൃതി നമുക്ക് നല്ലൊരു സംരക്ഷകനും നല്ലൊരു സുഹൃത്തും എങ്ങനെയാണ് ആവുന്നത് എന്നാണ് കാണിച്ചു തരുന്നത്. ഈ പോയത്തിലൂടെ ആരെക്കുറിച്ചാണ് നമ്മളോട് പറയുന്നത്? ദ മൂൺ, ചന്ദ്രനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം ഈ പോയം ഒന്ന് റിസൈറ്റ് ചെയ്ത് തരാം. The moon has a face like the clock in the hall. She shines on thieves on the garden wall, on streets and fields and harbor quays, and birdies asleep in the forks of the trees. The squalling cat and the squeaking mouse, the howling dog by the door of the house, the bat that lies in bed at noon, all love to be out by the light of the moon. But all of the things that belong to the day cuddle to sleep to be out of her way.
And flowers and children close their eyes till up in the morning the sun shall arise. Explanations-ലേക്ക് കടക്കാം. The moon has a face like the clock in the hall. മൂണിനെ എന്തിനോടാ കമ്പയർ ചെയ്തിരിക്കുന്നത്, എന്തിനോടാ ഉപമിച്ചിരിക്കുന്നത്? ഹാളിലുള്ള ഒരു ക്ലോക്കിനോടാണ് അല്ലേ. ഹാളിലെ ക്ലോക്കിന് സമാനമായ മുഖമാണ് ചന്ദ്രൻ്റേത് എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. ഷി ഷൈൻസ് ഓൺ തീവ്സ് ഓൺ ദ ഗാർഡൻ വാൾ. തീവ്സ്, കള്ളന്മാരൊക്കെ എവിടെയായിരിക്കുന്നത്? ഗാർഡൻ വാളിലാണ്. ചന്ദ്രന്റെ വെളിച്ചം എല്ലാവരിലും എത്തുന്നുണ്ട്. പൂന്തോട്ട ഭിത്തിയിലിരിക്കുന്ന കള്ളന്മാരുടെ മേലും രാത്രിയിൽ ഈ കള്ളന്മാരെ പോലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന എല്ലാവരുടെ മേലും പ്രകാശം എത്തുന്നു. On streets and fields and harbor quays and birdies asleep in the forks of the trees. തെരുവുകളിലും വയലുകളിലും തുറമുഖങ്ങളിലും ഒക്കെ ചന്ദ്രൻ അതിന്റെ പ്രകാശം പരത്തുന്നു. സ്ട്രീറ്റ്സ് എന്ന് പറഞ്ഞാൽ തെരുവാണ്. ഫീൽഡ് എന്താ? വയല്. ഫീൽഡ് വയലാണ്. ആൻഡ് ഹാർബർ കീസ്, ഹാർബർ കീസ് എന്ന് പറഞ്ഞാൽ തുറമുഖങ്ങളിൽ, ജെട്ടികൾ എന്നൊക്കെ പറയില്ലേ, ബോട്ട് ജെട്ടി അല്ലെങ്കിൽ തുറമുഖങ്ങളിൽ, അവിടെയൊക്കെ ചന്ദ്രന്റെ പ്രകാശം എത്തിച്ചേരുന്നുണ്ട്. ആൻഡ് ബേർഡീസ് അസ്ലീപ് ഇൻ ദ ഫോക്സ് ഓഫ് ദ ട്രീസ്. മരക്കൊമ്പുകളിൽ ഉറങ്ങുന്ന പക്ഷികളെ തൻ്റെ വെളിച്ചത്താൽ നമുക്ക് ചന്ദ്രൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പം ആ ഉറങ്ങുന്ന ആ പക്ഷികളുടെ മേലും ചന്ദ്രന്റെ വെളിച്ചം പ്രകാശിക്കുന്നു, തൂകുന്നു. ദ സ്ക്വാളിംഗ് ക്യാറ്റ് ആൻഡ് ദ സ്ക്വീക്കിംഗ് മൗസ്, ദ ഹൗളിംഗ് ഡോഗ് ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ്. സ്ക്വാലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പൂച്ചയൊക്കെ ഇങ്ങനെ ചീറ്റിയല്ലേ ആ ഒരു സൗണ്ട് കേൾക്കുന്നു. രാത്രി കാലങ്ങളിലൊക്കെ പൂച്ച ഇങ്ങനെ കടിപിടി കൂടുന്ന സൗണ്ടൊക്കെ കേൾക്കാറില്ലേ. സ്ക്വീക്കിംഗ് എന്ന് പറഞ്ഞാൽ മൗസ്, എലികളൊക്കെ സ്ക്വീക്ക് ചെയ്യും. അവരുടെ ആ ഇങ്ങനെയുള്ള ഒരു സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ടിനെ സ്ക്വീക്കിംഗ് സൗണ്ട് എന്നാണ് പറയുക. പിന്നെ ഹൗളിംഗ് ഡോഗ്, ഹൗളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരിയിടുക. നായ ഇങ്ങനെ ഓരിയിടും. രാത്രി സമയങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് നായ ഓരിയിടുക. ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ്. അപ്പം വീടിൻ്റെ വാതിലിനടുത്ത് ഓരിയിടുന്ന നായയെയും എലിയെയും പൂച്ചേനെയും ഒക്കെ നമുക്ക് ചന്ദ്രന്റെ വെളിച്ചത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ചന്ദ്രൻ അവരുടെ മേത്ത് വെളിച്ചം തൂകുന്നു, അവരെ ഒന്നും ഇരുട്ടിലാക്കുന്നില്ല, അവർക്കും പ്രകാശം കൊടുക്കുകയാണ്. ദ ബാറ്റ് ദാറ്റ് ലൈസ് ഇൻ ബഡ് അറ്റ് നൂൺ. അപ്പം വവ്വാൽ എന്താ ചെയ്യുക? ഉച്ച സമയത്തൊക്കെ ഉറങ്ങും അല്ലേ. ബെഡ് എന്ന് പറയുന്നത് ഇവിടെ ബെഡിൽ കയറി കിടക്കുക എന്നുള്ള അർത്ഥമല്ല, മരത്തിന്റെ മേലെ തൂങ്ങി കിടക്കും അല്ലേ. വവ്വാല് പകൽ സമയത്ത് വിശ്രമിക്കും, എന്നിട്ടോ രാത്രി സമയത്താണ് ഇവര് ഇര തേടി പുറത്തിറങ്ങുന്നത്. ഓൾ ലവ് ടു ബി ഔട്ട് ബൈ ദ ലൈറ്റ് ഓഫ് ദ മൂൺ. എല്ലാവരും ചന്ദ്രന്റെ വെളിച്ചത്തിൽ പുറത്തിറങ്ങാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഈവൻ നമ്മൾ മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും എല്ലാവർക്കും നിലാവെളിച്ചം ഇഷ്ടമാണ്. ബട്ട് ഓൾ ഓഫ് ദ തിങ്സ് ദാറ്റ് ബിലോങ് ടു ദി ഡേ കർഡിൽ ടു സ്ലീപ് ടു ബി ഔട്ട് ഓഫ് ഹെർ വേ. പക്ഷേ പകലിൻ്റെതായ എല്ലാ കാര്യങ്ങൾക്കും രാത്രിയിൽ വ്യത്യാസമുണ്ട്. രാത്രിയിൽ നമ്മൾ വിശ്രമിക്കുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്യുക. പകലാണെങ്കിലോ പണിയെടുക്കും അല്ലേ. പകല് ഡ്യൂട്ടി ചെയ്യും, നമ്മളുടേതായ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യും. പക്ഷേ രാത്രിയിൽ നമ്മൾ വിശ്രമിക്കും. കേർഡിൽ എന്ന് പറഞ്ഞാൽ എന്താ? ടു ഹഗ്, കെട്ടിപ്പിടിക്കുക, ആലിംഗനം ചെയ്യുക. എന്തിനാ നമ്മൾ ആലിംഗനം ചെയ്യുന്നത്? ഉറക്കത്തെ അല്ലേ, വിശ്രമത്തെ അല്ലെങ്കിൽ ഉറക്കത്തെ നമ്മൾ കെട്ടിപ്പിടിക്കുകയാണ്. അതായത് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു. ആൻഡ് ഫ്ലവേഴ്സ് ആൻഡ് ചിൽഡ്രൻ ക്ലോസ് ദെയർ ഐസ് ടിൽ അപ്പ് ഇൻ ദ മോർണിംഗ് ദ സൺ ഷാൽ റൈസ്. പൂക്കളും കുട്ടികളും ഒക്കെ കണ്ണുകൾ അടയ്ക്കുന്നു. അതിൻ്റെ അർത്ഥം എല്ലാവരും രാത്രിയിൽ ഉറങ്ങുകയാണ്. രാവിലെ ആകുമ്പോഴേക്കും സൂര്യൻ ഉദിക്കും. രാത്രിയിൽ ചന്ദ്രന്റെ ആധിപത്യമാണ് അല്ലേ, ഭരണമാണ്. ചന്ദ്രന്റെ ഒരു ഭരണമാണ് രാത്രിയിൽ നടക്കുന്നത്. അത് അവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു ദിവസത്തിന്റെ തുടക്കത്തെ കാണിക്കുകയും ചെയ്യുന്നു. ഈ പോയത്തിലുടനീളം ചന്ദ്രനെ കുറിച്ചും ചന്ദ്രന്റെ ആക്ടിവിറ്റീസിനെ കുറിച്ചും നമ്മൾ ചന്ദ്രനുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ കുറിച്ചും ഒക്കെയാണ് കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ പോയം എഴുതിയ ആളാരാണ്? റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എന്ന ഒരു സ്കോട്ടിഷ് നോവലിസ്റ്റ് ആണ്, സ്കോട്ടിഷ് റൈറ്റർ ആണ്, എസ്സേയിസ്റ്റ് ആണ്, പോയറ്റ് ആണ്, ട്രാവൽ റൈറ്റർ ആണ്. യാത്രാ വിവരണമൊക്കെ എഴുതും, കവിതകൾ എഴുതും, എസ്സേകൾ എഴുതും, നോവലുകൾ എഴുതും. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ. ഹി ഈസ് ബെസ്റ്റ് നോൺ ഫോർ വർക്ക്സ് സച്ച് ആസ് ട്രഷർ ഐലൻഡ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ട്രഷർ ഐലൻഡ്, കിഡ്നാപ്ഡ് ആൻഡ് എക്സൈൽസ് ഗാർഡൻ ഓഫ് വേഴ്സസ്. അപ്പോൾ ഇത് രണ്ടുമാണ് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള പ്രശസ്തമായ 2 വർക്കുകൾ. അപ്പോൾ പോയം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡ്രോപ്പ് യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക് ഇൻ ദ കോമെന്റ് സെക്ഷൻ. താങ്ക് യു.